ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനും ഞാൻ നിന്ന് കൊടുക്കില്ല. നമുക്കത് അങ്ങനത്തെ ഒരു ശീലമില്ല. എനിക്കറിയാം ഒരു സിനിമ നടനായാൽ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല നടക്കുക, അതാണ് നല്ലത്, സേഫ്റ്റാണ്. ഞാൻ പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ മേ ബി കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറിപ്പോയി. ഞാൻ സിനിമയിൽ വന്നിട്ട് ഈ ആൾക്കാർ മാറിപ്പോകുന്നത് വെറുതെ ഒന്നുമില്ല. ബിക്കോസ് അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരാൾ ഇങ്ങനെ ഇയാൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആയി റിലേറ്റ്. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ അയാളുടേതായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഞാനൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് സിനിമയിൽ വന്നിട്ട് എൻ്റെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പാടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുമോ, അല്ലെങ്കിൽ 10 പേരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ പരാജയം, ഞാൻ സിനിമയിൽ കയറിയ ദിവസം എങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് സിനിമ ആസ് എ ബിസിനസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ എൻ്റെ 3ാമത്തെ പ്രൊഡക്ഷനാണിത്. എനിക്ക് വളരെ ക്വാളിറ്റി കൺട്രോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സിനിമ മിനിമം ക്വാളിറ്റിയിൽ എങ്ങനെ എടുക്കണമെന്ന്, നല്ല ടെക്നീഷ്യൻസിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ സിനിമ നല്ല രീതി. ഇപ്പോൾ മാളികപ്പുറം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അല്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഭയങ്കര ഡിവോട്ടഡ് ആയിരുന്നു സിനിമയിൽ. ജയഗണേഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ജയഗണേഷ് ഞാൻ രഞ്ജിത് ശങ്കറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോ പ്രൊഡക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും എന്ന ടേംസിലാണ് നമ്മൾ കോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് പടം നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നും. അത് വേറെ എൻ്റെ സിനിമയെ കൊണ്ടുള്ള ഇഷ്ടമാണ്. ഞാൻ സിനിമയിൽ വന്ന് സമ്പാദിച്ച കാര്യങ്ങൾ സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. ഞാനെങ്ങും കൊണ്ടുപോയിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കും. എനിക്ക് ഭയങ്കര ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്നൊന്നും അങ്ങനെ വാശിയൊന്നുമില്ല. ദൈവം എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ തന്നിട്ട് ഇനി തരാൻ പോകുന്നേ ഉള്ളൂ 11ാം തീയതി. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ലൈഫിനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവാണ്. ഇതിൻ്റെ ഇടയിൽ വന്ന ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് വളർന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ചില വീട്ടുകളുണ്ടാവില്ല, ചില വീട്ടിലിങ്ങനെ ചില കുട്ടികളിങ്ങനെ വളർത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എണ്ണത്തിൽ കൂടുതലാണെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി പറയൂല. മനസ്സിലായോ? അത് ചില എത്തിക്കൽ പ്രശ്നങ്ങളാണ്. അത് പിന്നെ നമ്മൾ ഒരു 4-5 സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാരക്ടർ മാറ്റാന്ന് പറഞ്ഞാൽ ഇത് ടൂ മച്ചാണ്. അതെ, അത് നടക്കുന്ന കാര്യമല്ല. അത് കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം എത്ര വിവാഹം കഴിച്ചു? ഞാൻ പെട്ടെന്ന് പിടിച്ചു. ഇത് പുതിയ ഞാൻ അറിയാത്തൊരു എത്ര വിവാഹം കഴിച്ചു സോഷ്യൽ മീഡിയയിൽ വിവാഹങ്ങൾ? അല്ല, ഈ സോഷ്യൽ മീഡിയ ആണ് ഉണ്ണിയുടെ കല്യാണം മൊത്തം നടത്തിയിരിക്കുന്നത്. ഇപ്പം അച്ഛനും അമ്മ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരറിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാണുമ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലെ വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോണ്ടൻറ്റ് വന്നാൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് മീഡിയാസുണ്ട്. അപ്പോൾ അവർ അടിച്ചു വിടുന്നുണ്ടാവും. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കതെല്ലാം എല്ലാം ഓക്കെയാണ്. സത്യത്തിൽ എനിക്കെല്ലാം ഓക്കെയാണ്. ചില സമയത്ത് നമുക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇത് കാണിക്കുമ്പോൾ ഒരു വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യും. പിന്നെ 5 മിനിറ്റിൽ ഞാൻ ചിരിച്ച് വിടുകയും ചെയ്യും. സോ അതിൻ്റെ മുകളിൽ ഒന്നുമില്ല എന്നാണ് വേറെ. അല്ല, അത്തരം വാർത്തകൾ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഇരിക്കുമ്പോൾ അത് കാണണം. അപ്പോഴായിരിക്കും നമ്മളൊന്ന് പൊട്ടിത്തെറിക്കുക, റിയാക്ട് ചെയ്യുക. പിന്നീട് അത് വിടും അല്ലേ? ഞാൻ വിടും, ഞാനൊന്നും മനസ്സിലാക്കാറില്ല. പിന്നീട് അതിൽ നിന്നും ആരോടും ഞാനിപ്പോൾ ഇത്രയും കാര്യം പിന്നെയും റിപ്പീറ്റ് അടിച്ചത് എന്താ അറിയോ, ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. ഈ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഞാൻ ആ സിനിമ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. ബിക്കോസ് ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് സിനിമ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കണം. ബിക്കോസ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, 10-15 കോടി ഇൻവെസ്റ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊമോഷൻ കൊടുത്ത് സിനിമയിൽ ആൾക്കാർ വരണം. ഇത് ഒരു ക്ഷണം പോലെയാണ് വന്ന് സിനിമ കാണുന്നത്. ഇത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പഴയ കാര്യങ്ങൾ ഇപ്പോൾ അല്ല, ഇപ്പോഴാണ് ഉണ്ണിയെ കിട്ടുന്നത്. അറിയാനും താല്പര്യമുണ്ട്. എന്തുകൊണ്ട് ഉണ്ണി വന്നിട്ടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയല്ലോ. ഉണ്ണി തന്നെ സ്വയം പറയാനും തയ്യാറാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഇലക്ഷൻ മത്സരിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? സത്യസന്ധമായിട്ട് ചോദ്യം. ആരെങ്കിലും സമീപിച്ചിരുന്നു? ആരും സമീപിച്ചിട്ടില്ല. ഇല്ല. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞൊരു എൻ്റെ കല്യാണ വാർത്ത പോലെയായിരുന്നു. കല്യാണ വാർത്ത പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷം ഉണ്ടായി. പക്ഷേ ഒന്ന് ചോദിക്കാൻ വന്ന നമ്മുടെ പയ്യനെ വിളിച്ചുകൊണ്ട് മാറ്റി എടുത്തു. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതും പിന്നീട് ട്രോളായി. അത് ട്രോളല്ല, അവിടെ നിന്നാണ് വാർത്തകൾ. അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മീഡിയ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തെന്ന് മനസ്സിലായത്. ആ പയ്യൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന സ്ഥാനത്ത് ചോദിക്കുന്ന ചോദ്യമായിരുന്നു.
ഞാനൊന്ന് മാറ്റി നിർത്തി പറഞ്ഞപ്പോൾ പിന്നെ അടുത്തത് വാർത്തകൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്തപ്പോൾ ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈതർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് വിടാം, ഒന്ന്. രണ്ടത് മര്യാദയുടെ പുറത്ത് എനിക്ക് മറുപടി പറയാം. ഈ രണ്ടിലും പണിയാണ് നമുക്ക്. ദാറ്റ് ഈസ് ഒരു ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ പറ്റാത്ത എന്താ പറയുക നടൻ. അതെ, ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മീഡിയ കൃത്യമായിട്ട് തന്നെ ഇന്നതാണ് ചോദ്യം, ഇന്നത് മറുപടി എന്ന് പറഞ്ഞു. ഒരു ടൈപ്പ് മീഡിയ മറ്റേ ക്ലിക്ക് ബൈറ്റ് പറഞ്ഞിട്ട് വേറെ ഈ ക്ലിക്ക് ബൈറ്റിൽ കയറിപ്പോയ സാധനമായിരുന്നു അത്. പിന്നെ ആ പയ്യനും അരി മേടിക്കാനായിരിക്കും ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും അരി തന്നെ പ്രശ്നം. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സന്ദർഭം ഏതായിരിക്കും ജീവിതത്തിൽ? എനിക്ക് മാളികപ്പുറം സമയത്തുണ്ടായ ഒരു ഇത് ആണ് എന്നെ കുറച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തത്. ഞാൻ ഇല്ലയെന്ന് പറയില്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ഐ ജസ്റ്റ് ഫെൽഡ് ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഒരു ഭയങ്കര എൻ്റെ കൺട്രോൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ സംഭവമായിട്ട് തോന്നി. ഞാൻ പൊതുവേ ഇങ്ങനെ കുറച്ചിങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് ഞാൻ മനസ്സിലായി ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചു ആ ടൈം. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു ശരി നമ്മുടെ ജോലി എന്താ, നമ്മുടെ ജോലിക്ക് നല്ല കഥകൾ കണ്ടെത്തുക, നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ സിനിമ 23 സിനിമ ചെയ്തില്ലെങ്കിലും റിലീസ് വന്നില്ലെങ്കിലും ഞാൻ ജയഗണേഷ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ഡിസ്ട്രിബ്യൂഷനിൽ ഇറക്കി. പിന്നെ ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന് പറഞ്ഞ ഒരു IVF ഡോക്ടറായിട്ട് ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ പടം കഴിഞ്ഞാൽ അടുത്ത ആ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും. പിന്നെ തമിഴിൽ വെട്രിമാരൻ സാറും പിന്നെ ദുരൈ സെന്തിൽ എന്ന് പറയുന്ന ഡയറക്ടർ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ്. പുള്ളിയുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. തമിഴിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമ ചെയ്യുന്നത്. ഗംഭീര പടമാണത്. അത് റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. ഗന്ധർവയുടെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ഗന്ധർവൻ. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഞാനിപ്പോൾ 3-ാം തീയതി മാർക്കോ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് സിനിമ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഐ തിങ്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ആക്ഷൻ എൻ്റർടൈനർ സിനിമയായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും വർക്ക് വൈസ് ഞാൻ ബിസി ആയിരുന്നു. ഞാൻ റിലീസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് അഗെയിൻ നമ്മൾ ഈ പറയുന്ന പോലെ പൈസയാണ് എല്ലാമെങ്കിൽ നമുക്ക് ഒരു ഹിറ്റ് പടത്തിന് ശേഷം നിങ്ങൾക്കറിയാം സിനിമയുടെ സ്വഭാവം എന്താണ്, അടുപ്പിച്ച് നമുക്ക് സിനിമകൾ അടിച്ചുവിടാം. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടുമില്ല. എന്നാൽ നല്ല സിനിമകൾ തന്നെ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ എക്സസൈസ് ചെയ്യാറ്. ഈ അടുത്തായിട്ട് ഇത്രയും എക്സസൈസ് ചെയ്ത സമയമില്ല. ബിക്കോസ് നമുക്ക് ഈ ദേഷ്യവും നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് നേരെ ജിമ്മിൽ ഇപ്പോൾ ഭയങ്കര മസിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെ. എൻ്റെ ഏറ്റവും നല്ല ഇപ്പോൾ ആൾക്കാർ പറയില്ലേ ഉണ്ണി ഇത്തവണ കാണാൻ ഭയങ്കര മസിലുണ്ട്. ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബോഡീനെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോൾ അത്രയധികം എക്സസൈസ് ചെയ്യുക. ടെൻഷനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും എന്നെ കുറച്ച് ഒരു പൊടിക്ക് വണ്ണമൊക്കെ വെക്കുന്നത്, വലിയ റിലാക്സസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോഴാണ്. ടെൻഷൻ കൂടുന്തോറും എക്സസൈസ് അടിച്ചുകൊണ്ടിരിക്കും. ഉണ്ണിനെ ഒരു രാഷ്ട്രീയ ബേസിൽ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, ഒരു വലിയ ടെൻഷൻ. ബിക്കോസ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരിക്കലുമല്ല. ബിക്കോസ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരാണെങ്കിലും, അത് ഏത് പാർട്ടിയാണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP, വേറെ പോപ്പുലർ ഏത് പാർട്ടിയാണെങ്കിലും എനിക്കിതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജി ഉണ്ടാവുമല്ലോ. ഇന്ന ഐഡിയോളജി പ്രകാരം മുന്നോട്ട് പോയാലാണ് രാജ്യം നന്നാവുള്ളൂ എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവും. എനിക്കും അങ്ങനെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നാഷണലിസ്റ്റ് ഐഡിയോളജിയാണ്. രാജ്യത്തിന് വേണ്ടി ആര് സംസാരിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ്. ഇതാണ് എനിക്ക് രാജ്യം കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് വളർന്നുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹം. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് രാജ്യത്തിൻ്റെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികളോട് പറയുന്നുണ്ടോ നീ വലുതായിട്ട് പ്രധാനമന്ത്രിയാവണമെന്ന്? പറയാറ്. എന്തുകൊണ്ട് പറയാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പറയുന്നത്? രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇന്ത്യ അയാൾ കൺട്രോൾ ചെയ്യാണ്. അതേപോലെ ഞാൻ ആ പൊസിഷനെ കുറിച്ച് അല്ല, എന്തുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നില്ല? ബിക്കോസ് എളുപ്പമല്ല അത്. അപ്പോൾ അങ്ങനെ എളുപ്പമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ വീട്ടിലെ കുട്ടികളോട് പോലും പറയാറില്ല. ആ സമയത്ത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ചിലപ്പോൾ ഉണ്ണിമുഖനെ പോലെ ഒരാൾക്ക് അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയും. ഞാനത് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്ന കേട്ടോ. മനസ്സിലായി. ഞാനിത് ഒരിക്കലും അയ്യോ എന്നെ പൊളിറ്റിക്സിലേക്ക് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചിട്ട് സൈഡിൽ പോയിരിക്കുന്ന ആളല്ല. ഞാൻ വിചാരിച്ചു ഇത്രയും പേർക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നു. ഞാൻ ലൈഫിനെ വേറെ രീതിയിൽ കാണുന്ന ആളാണ്.
അതുകൊണ്ട് എന്നെക്കുറിച്ച് മുദ്രകുത്തി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ടെൻഷൻ ആൻഡ് ഇത്രയും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ, ലൈക്ക് പിണറായി വിജയൻ സാർ, ഇവരെല്ലാവരും ഹൂഎവർ ഇറ്റ് ഈസ്, ഞാൻ പറയുന്നപ്പോൾ ഷാഫിഖ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പക്കാരാണ്. ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ ഷാഫി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നതൊന്നും തെറ്റായ കാര്യങ്ങളല്ല.